43 മിനിറ്റ് നീണ്ടുനിന്ന AK ആന്റണിയുടെ വാർത്താ സമ്മേളനമാണ് നമ്മളൊക്കെയും കണ്ടത്. ഇന്നലെ സഭയിൽ താൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ഉണ്ടായ സംഭവങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങളെക്കുറിച്ച് താൻ പ്രതികരിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടാണ് AK ആന്റണി തന്റെ വാർത്താ സമ്മേളനം തുടങ്ങിയത്. പിന്നീട് ശിവഗിരി സംഭവത്തെക്കുറിച്ചും മുത്തങ്ങ സംഭവത്തെക്കുറിച്ചും അടക്കം അദ്ദേഹം മാധ്യമങ്ങളോട് വിശദീകരിക്കുന്നുണ്ടായിരുന്നു. അക്കാലങ്ങളെക്കുറിച്ചൊക്കെയും വിശദീകരിക്കുന്നുണ്ടായിരുന്നു. കേരള രാഷ്ട്രീയത്തിൽ നിന്നും താൻ പിന്മാറിയിട്ട് 21 വർഷം കഴിയുകയാണ്. ആ 21 വർഷങ്ങൾക്കു ശേഷവും അതിനു മുൻപുമൊക്കെ ഇടതുമുന്നണി ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുകയായിരുന്നു AK ആന്റണി. തന്റെ ഭരണകാലത്തെ കുറിച്ച് ഏകപക്ഷീയമായി ആക്രമണങ്ങൾ നടക്കുകയാണ്. ഇതിനൊന്നും താൻ ഇതുവരെയും മറുപടി പറഞ്ഞിട്ടില്ല. അടുത്ത നിയമസഭാ ഇലക്ഷൻ കഴിഞ്ഞ് മറുപടി പറയാമെന്ന് കരുതിയതാണ്. പക്ഷേ ഇപ്പോഴാണ് പറയേണ്ട സമയം എന്ന് ബോധ്യപ്പെട്ടു. പിന്നീട് ശിവഗിരി സംഭവത്തെക്കുറിച്ചും മുത്തങ്ങ സംഭവത്തെക്കുറിച്ചുമൊക്കെ AK ആന്റണി പറഞ്ഞു. അതൊക്കെ നമ്മൾ കഴിഞ്ഞ 44 മിനിറ്റുകളായി കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. PR പ്രവീണ ചേർന്നു ഈ വിശദാംശങ്ങളുമായി, വാർത്താ സമ്മേളനത്തിന്റെ വിശദാംശങ്ങളുമായി. പ്രവീണ, ഇന്നലെ മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞത് പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിന് നൽകിയ മറുപടി, ആ മറുപടിയിലൊക്കെയും പ്രതിരോധം തീർക്കാൻ AK ആന്റണിക്ക് കഴിഞ്ഞോ ഈ 44 മിനിറ്റ്? അതായത് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ഉണ്ടായ പ്രവീണ കേൾക്കാമോ? PR പ്രവീണയിലേക്ക് മടങ്ങിയെത്താം. പ്രവീണ, വാർത്താ സമ്മേളനം കഴിഞ്ഞ് AK ആന്റണി മടങ്ങി പോകുന്ന ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഇപ്പോൾ പ്രവീണയോട് എന്തോ കാര്യം സംസാരിക്കുകയും ചെയ്തു. അദ്ദേഹം എന്താണ് പറഞ്ഞത്? ഇന്നത്തെ വാർത്താ സമ്മേളനം എങ്ങനെയായിരുന്നു ആന്റണിയുടെ? സതു, അദ്ദേഹം പറഞ്ഞത് കുറച്ച് പേഴ്സണൽ കാര്യങ്ങളായിരുന്നു. അതുകൊണ്ടാണ് അല്പം നേരം ഒന്ന് മിണ്ടാതെ നിന്നത്. എന്തായാലും വാർത്തയിലേക്ക് വന്നാൽ 1995 ശിവഗിരിയിൽ ഒരു പോലീസ് അതിക്രമം ഉണ്ടായി എന്നുള്ളതായിരുന്നു. അന്ന് ഭരണം പിടിച്ച, അതായത് ശിവഗിരിയിൽ ധർമ്മസംഘം തെരഞ്ഞെടുപ്പിന് ശേഷം ഭരണത്തിൽ വന്ന ആളുകൾക്ക് അന്നത്തെ മുൻ ഭരണസമിതി ഭരണം കൈമാറിയിരുന്നില്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പലതവണ കോടതിയിലേക്ക് പോകുന്നു. അവസാനം ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം പോലീസിന്റെ അധികാരം ഉപയോഗിച്ച് ആ ഭരണം തിരികെ വാങ്ങിക്കൊടുക്കണം എന്നുള്ള നിർദ്ദേശമായിരുന്നു. 7 തവണ അമീനെ വിട്ട് സംസാരിക്കുന്നു, പക്ഷെ നടപടിയാകുന്നില്ല. തുടർന്നാണ് പോലീസിനെ വിട്ട് പോലീസ് നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നത്. അന്നുണ്ടായ സംഭവത്തിൽ തനിക്ക് ദുഃഖമുണ്ട്, പക്ഷെ അന്ന് അതല്ലാതെ പോലീസിന് മറ്റൊന്നും ചെയ്യാനാകുമായിരുന്നില്ല. അതാണ് ശിവഗിരിയിൽ. അതായത് അതിനെക്കുറിച്ച് പിന്നീട് വന്ന സർക്കാർ, നയനാർ സർക്കാർ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വെച്ച് അന്വേഷിച്ചു. ബാലകൃഷ്ണൻ നമ്പ്യാർ കമ്മീഷനെ വെച്ച് അന്വേഷിച്ചു. ആ റിപ്പോർട്ട് ഇപ്പോഴും പുറത്തുവിടണം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആവശ്യം. രണ്ടാമത്തെ സംഭവം എന്ന് പറയുന്നത് മുത്തങ്ങയിലെ സംഭവമാണ്. ഒരു ആദിവാസി യുവാവും ഒരു പോലീസും മരിച്ച സംഭവം. അത് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം അവിടെ കുടികെട്ടി താമസിക്കാൻ അനുമതി കൊടുത്തിരുന്നില്ല. അതിന് ആ ദിവസങ്ങളിൽ വന്ന സംഘടനകളുടെ, കർഷക സംഘടനയുടെയും മറ്റ് ആദിവാസി സംഘടനകളുടെയും നിലപാട്, മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ, ഇതെല്ലാം തന്നെ അവിടെ നിന്നും ആദിവാസികളെ, കുടികെട്ടിയ ആദിവാസികളെ മാറ്റണം എന്നുള്ളതായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പിന്നീട് പോലീസ് നടപടി. അവിടെയും സംഭവിച്ചതിൽ ദുഃഖമുണ്ട്, പക്ഷേ അവിടെയും തനിക്കോ സർക്കാരിനോ പോലീസിനോ വീഴ്ചയൊന്നും സംഭവിച്ചിട്ടില്ല. അതിൽ ദുഃഖമുണ്ട്. പിന്നീട് ഇത് 2 കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. 21 വർഷമായി കേരള രാഷ്ട്രീയത്തിൽ നിന്ന് സജീവമായി മാറി നിൽക്കുകയാണ് താൻ. എന്നിട്ടും തന്റെ കാലത്തെ കാര്യങ്ങൾ ഇപ്പോഴും പാടി നടക്കുന്നു. മാറാട് സംഭവത്തെക്കുറിച്ച് ചോദിച്ചപ്പോഴും ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് ഉണ്ടല്ലോ, അത് പുറത്തുവിടട്ടെ എന്നുള്ള നിലപാടായിരുന്നു. തനിക്ക് പലതും പറയാനുണ്ട്. ആ പറയാനുള്ളത് നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷമാകാം. കാരണം പല അപ്രിയ സത്യങ്ങളും പറയാനുണ്ടാകും. ശരി, അപ്പോ ഈ ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ തന്റെ ഭരണകാലത്ത് നടന്ന സംഭവങ്ങൾ വെച്ച് പ്രതിരോധം തീർക്കാൻ ശ്രമിക്കുകയായിരുന്നു AK ആന്റണി. അതിനൊപ്പം തന്നെ അവസാനം അദ്ദേഹം അവസാനിപ്പിച്ചത് കോൺഗ്രസിന് നിലവിൽ ഒരു പ്രതിസന്ധിയും ഇല്ലെന്നും കോൺഗ്രസിനെ ദുർബലപ്പെടുത്താൻ ഒരാൾക്കും കഴിയില്ല എന്നും പറഞ്ഞുകൊണ്ടായിരുന്നു. അങ്ങനെ AK ആന്റണിയുടെ കഴിഞ്ഞ കുറേ കാലങ്ങൾ അദ്ദേഹത്തെ നമുക്ക് മാധ്യമങ്ങൾക്ക് മുന്നിലൊന്നും ഇതുപോലൊരു വാർത്താ സമ്മേളനവുമായി കാണാൻ കഴിഞ്ഞിരുന്നില്ല. സംഭവിക്കുന്ന വിഷയങ്ങളിലൊക്കെയും പ്രതികരണങ്ങളുമായി ആന്റണി നമ്മുടെയൊക്കെ മുന്നിൽ എത്തിയിരുന്നുവെങ്കിലും ഇങ്ങനെ ഒരു ദീർഘ വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നില്ല. അതാണ് ഇന്നിപ്പോൾ കഴിഞ്ഞിരിക്കുന്നതും. PR പ്രവീണയാണ് വിവരങ്ങൾ നൽകിയത്. നമുക്ക്